ഫിഫ്ത് ചാപ്റ്റർ കൾച്ചർ ആൻഡ് നാഷണാലിസം. സംസ്കാരവും ദേശീയതയും. What is nationalism? Nationalism is the sense of unity that it exists among the people of a nation, irrespective of caste, color, creed, sex, religion, region, etc. It is a concept that exists among the people of a nation concerning unity, irrespective of caste, color, creed, sex, regionalism, religion, etc. ജാതി മത വർഗ വർണ്ണ ലിംഗ പ്രാദേശിക വ്യത്യാസങ്ങളില്ലാതെ ഭാഷാ വ്യത്യാസങ്ങളില്ലാതെ ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഐക്യത്തിൻ്റെതായ സന്ദേശം എത്തിക്കുന്ന പരത്തുന്ന ഒരു വികാരത്തെയാണ് നാഷണാലിസം അഥവാ ദേശീയത എന്ന് വിളിക്കുന്നത്. നാഷണാലിസം ഇൻ ദി സെൻസ് ഓഫ് ഇറ്റ് ഈസ് ദി സെൻസ് ഓഫ് യൂണിറ്റി that exists among the people of a nation, irrespective of caste, color, creed, sex, region, religion, language, etc. അതെന്തുമായിക്കോട്ടെ, ജാതി മത വർഗ വർണ്ണ ഭാഷ പ്രാദേശിക വ്യത്യാസങ്ങളില്ലാതെ ഒരു രാജ്യത്തെ ജനങ്ങളെല്ലാം ഒന്നാണെന്ന് ചിന്തിക്കുന്ന ഒരുമിപ്പിക്കുന്ന ഒരു വികാരമാണ് ദേശീയത എന്ന് പറയുന്നത്. ദേശീയതയ്ക്ക് രണ്ട് തരത്തിലുള്ള രണ്ട് മുഖങ്ങളുണ്ട്. ഇന്ത്യൻ ദേശീയത രണ്ട് മുഖങ്ങളുള്ളവയായിരുന്നു, രണ്ട് പ്രിടെക്സ്റ്റുകളുള്ളവയായിരുന്നു. ഫസ്റ്റ് വൺ പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദി ഫോറിൻ റൂൾ. ഒന്നാമത്തത് വിദേശ ആധിപത്യത്തിനെതിരെ, പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദി ഫോറിൻ ഡോമിനേഷൻ ഓർ ഇമ്പീരിയലിസം, സാമ്രാജ്യത്വത്തിനെതിരെയുള്ള ഒരു വികാരം ഇന്ത്യൻ ദേശീയതയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയായിരുന്നു. ഇന്ത്യൻ ദേശീയത വളർന്നു വന്നത് വിദേശ ആധിപത്യത്തിനെതിരെയുള്ള, എസ്പെഷ്യലി അഗൈൻസ്റ്റ് ദി ബ്രിട്ടീഷ് ഡോമിനേഷൻ ഓർ വെസ്റ്റേൺ ഡോമിനേഷൻ, പാശ്ചാത്യ വിദേശ മേധാവിത്വത്തിനെതിരെ വളർന്നു വന്ന ഒരു വികാരം. രണ്ടാമതായി ഇന്റേണലായിട്ട് നോക്കുമ്പോൾ, ഇന്ത്യയിലെ അകത്തുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, ഇറ്റ് ഈസ് എ പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ഇൻഇക്വാളിറ്റി, വയലേഷൻസ് ഓഫ് റൈറ്റ്സ്, സോഷ്യൽ ഈവിൾസ് എക്സെട്ര ദാറ്റ് എക്സിസ്റ്റ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന അസമത്വം, അതുപോലെ തന്നെ അവകാശ നിഷേധനം, സാമൂഹ്യ തിന്മകൾ എന്നിവയ്ക്ക് എതിരെ കൂടി ഉള്ളവ ആയിരുന്നു ഇന്ത്യൻ നാഷണാലിസം എന്ന് പറയുന്നത്. To a considerable extent we can say that it is the protest against the economic exploitation of the colonial powers or forces. ഒന്നുകൂടി വിശാലമായി പറഞ്ഞാൽ, കോളനി ഭരണാധികാരികളുടെ സാമ്പത്തിക ചൂഷണത്തിനെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പ് കൂടിയായിരുന്നു. അപ്പോ രണ്ടു മൂന്ന് കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ദ റൈസ് ഓഫ് നാഷണാലിസം ഈസ് റിലേറ്റഡ് ടു ദി പ്രൊട്ടസ്റ്റ് ഓഫ് ദി ഇന്ത്യൻ പീപ്പിൾ അഗൈൻസ്റ്റ് ഫോറിൻ ഡോമിനേഷൻ ഓർ വെസ്റ്റേൺ ഡോമിനേഷൻ ഓർ ബ്രിട്ടീഷ് ഡോമിനേഷൻ, ആൻഡ് ഇറ്റ് ഈസ് ദി പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദി ഇക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദി colonial masters, and at the same time it is a protest against the social evils, or it is the protest against the negligence of rights by the rulers, etc. ഇങ്ങനെ പലവിധ കാരണങ്ങളാലാണ് ഇന്ത്യൻ ദേശീയത വളർന്നു വന്നത്. വിദേശാധിപത്യത്തിനെതിരെ, പാശ്ചാത്യ ആധിപത്യത്തിനെതിരെ ഉള്ള ഒരു പ്രതിഷേധം എന്ന നിലയിൽ, കോളനി ഭരണാധികാരികൾ അനുവർത്തിച്ചു വന്ന സാമ്പത്തിക ചൂഷണത്തിന് എതിരെ എന്ന നിലയിൽ, എല്ലാം ഉപരിയായി ഇന്ത്യൻ സൊസൈറ്റിയിൽ, ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന നടമാടിയിരുന്ന സാമൂഹ്യ തിന്മകൾക്ക് എതിരായിട്ട്, അവകാശ നിഷേധങ്ങൾക്ക് എതിരായിട്ട് ഉള്ള ഒരു പ്രതിരോധം എന്ന നിലയിലാണ് ഇന്ത്യയിൽ ദേശീയത വളർന്ന് വന്നത്.
കൊളോണിയൽ റൂൾ ആൻഡ് നാഷണാലിസം, കോളനി ഭരണവും ദേശീയതയും. കോളനി ഭരണം ഏതൊക്കെ തരത്തിലാണ് ഇന്ത്യയിൽ ദേശീയത വളർത്തിക്കൊണ്ടുവന്നത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ടു അണ്ടർസ്റ്റാൻഡ് ദി സോഷ്യൽ കൾച്ചറൽ ലൈഫ് ഓഫ് ഇന്ത്യൻസ്, the British family realized that to dominate India or Indian society or the Indian people for a long period of time is possible only through the understanding of Indian social and cultural situations. ബ്രിട്ടീഷുകാർ ബുദ്ധിപരമായി ചിന്തിച്ചു. ഏറെക്കാലം ഫോഴ്സ് ഉപയോഗിച്ച്, ശക്തി ഉപയോഗിച്ച് ഇന്ത്യക്കാരെ അടിച്ചമർത്തി കീഴടക്കി നിലനിർത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാരെ ഇന്ത്യക്കാരുടെ സാമൂഹികവും സാംസ്കാരികവുമായ പശ്ചാത്തലം പഠിച്ച് അതുവഴി ഇന്ത്യക്കാരെ കയ്യിലെടുക്കാൻ ശ്രമിച്ചു. ബൈ സ്റ്റഡിയിങ് ദി സോഷ്യോ കൾച്ചറൽ ലൈഫ് ഓഫ് ദി പീപ്പിൾ, ദേ ട്രൈഡ് ടു create a portion of Indian society who were loyal to the British authorities. ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചും ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥിതിയെക്കുറിച്ചും ഒക്കെ പഠിച്ച് വരുന്ന ഒരു ഇന്ത്യൻ സമൂഹത്തിലെ ഒരു വിഭാഗം ബ്രിട്ടീഷുകാരോട് വിധേയത്വമുള്ളവരായി തീരും എന്ന് വിശ്വസിച്ചു ബ്രിട്ടീഷുകാരെ. And it was because of this reason they established several institutions for it to study Indian social and cultural systems. ഇന്ത്യയിലെ സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പ്രത്യേകതകളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ നിരവധി സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ചു. The best example in the initial stage was Asiatic Society of Bengal. It was founded by William Johnson. ബ്രിട്ടീഷുകാരനായ വില്യം ജോൺസ് ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചും സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ചും പഠിക്കുന്നതിന് വേണ്ടി ആദ്യകാലയളവിൽ സ്ഥാപിച്ച സ്ഥാപനമാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. It was the first institution in India which was established by the British authorities to study about the social and cultural features of India. ഇന്ത്യയുടെ സാമൂഹികവും സാംസ്കാരികവുമായ പശ്ചാത്തലത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ആദ്യമായി സ്ഥാപിച്ച സ്ഥാപനമാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ. ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ വില്യം ജോൺസ്. വില്യം ജോൺസ് എന്ന ബ്രിട്ടീഷുകാരനാണ് ഇത് സ്ഥാപിച്ചത്. And another institution was established by Calcutta, Madras. മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് കൽക്കട്ട മദ്രാസ്. It was founded by Warren Hastings to study about Indian culture and society. ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി വാറൻ ഹേസ്റ്റിംഗ്സ് പ്രഭു സ്ഥാപിച്ച സ്ഥാപനമാണ് കൽക്കട്ട മദ്രാസ് എന്ന സ്ഥാപനം. And later ബനാറസ് സാൻസ്ക്രിറ്റ് കോളേജ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്. അതിനുശേഷം ഇന്ത്യൻ സൊസൈറ്റിയെക്കുറിച്ചും ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചും പഠിക്കുന്നതിന് വേണ്ടി സ്ഥാപിതമായ ഒരു സർവകലാശാലയാണ് ബനാറസ് സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി. In the initial stage it was established as Banaras Sanskrit College. Later it was transformed into a university. Banaras Samskrita College. It was established or founded by Jonathan Duncan. Jonathan Duncan ആണ്, ഇംഗ്ലീഷുകാരനായ ജോനാഥൻ ഡങ്കൻ ആണ് ബനാറസ് സാൻസ്ക്രിറ്റ് കോളേജ് സ്ഥാപിച്ചത്. All these institutions were established with a view to study about the social and cultural system of India. ഇന്ത്യയുടെ സാമൂഹികവും സാംസ്കാരികവുമായ വ്യവസ്ഥിതികളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച സ്ഥാപനങ്ങളാണ്, സംഘടനകളാണ് ഇവയൊക്കെ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ബൈ വില്യം ജോൺസ്, കൽക്കട്ട മദ്രാസ് ബൈ വാറൻ ഹേസ്റ്റിംഗ്സ്,
Benares Sanskrit College by Jonathan Duncan, etc. And they even started English education. ഇനി അത് മാത്രമല്ല, അവർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനും തുടക്കം കുറിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ നടപ്പിലാക്കിയത്? Their main motto was to create a fraction of Indian society to support the British authorities. ഇംഗ്ലീഷ് പഠിക്കുന്ന ഇന്ത്യക്കാരായ ഒരു വിഭാഗം ബ്രിട്ടീഷുകാരെ പിന്തുണയ്ക്കുന്നവരായി മാറുമെന്ന ചിന്താഗതിയുടെ ഭാഗമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനും ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ തുടക്കം കുറിച്ചു. In India, English education was started in 1835 by Lord Macaulay. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് മെക്കാളെ പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ്. 1835 മെക്കാളെ പ്രഭു. In India, the English education was officially started at the time of Lord Macaulay in 1835. 1835 മെക്കാളെ പ്രഭുവാണ് ഇന്ത്യയിൽ ഔപചാരികമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത്. Then what are the objectives for introducing English education in India by the British? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എന്തിനാ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത്? അതിന് പരീക്ഷ ചോദിച്ചാൽ ഇങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത്. To prepare a generation in India that favors English lifestyle. ഒന്നാമത്തെ ലക്ഷ്യം അതായിരുന്നു. To create a generation, to prepare a generation that favors English lifestyle. ഇംഗ്ലീഷ് ജീവിതശൈലി പിന്തുടരുന്ന ഒരു തലമുറയെ ഇന്ത്യയിൽ വാർത്തെടുക്കുക. രണ്ടാമതായി, to maintain administration and to introduce administrative reforms. They realized that the support of the Indians are very essential. ഇന്ത്യയിലെ ഭരണം നിലനിർത്തുന്നതിനും ഭരണപരിഷ്കാരങ്ങൾ നടത്തുന്നതിനും ഇന്ത്യക്കാരുടെ പിന്തുണ അനിവാര്യമാണെന്ന് ബ്രിട്ടീഷുകാർക്ക് അറിയാമായിരുന്നു. To maintain administration and at the same time to introduce administrative reforms, they firmly realized that the support of the Indian society or the Indian people is very essential. ഇന്ത്യൻ ജനതയുടെ പിന്തുണയോടുകൂടി മാത്രമേ തങ്ങളുടെ ഭരണം ഇന്ത്യയിൽ നിലനിർത്തിക്കൊണ്ടു പോകുവാനും അതോടൊപ്പം തന്നെ ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കാനും കഴിയൂ എന്ന് ബ്രിട്ടീഷുകാർ കരുതി. ഇനി മറ്റു കാര്യം കൊണ്ട് സ്റ്റഡി ദി ഇന്ത്യൻ കൾച്ചർ. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അതുകൂടിയാണ്. ടു സ്റ്റഡി ദി ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുക. ആൻഡ് ടു പ്രൊവൈഡ് enough clerks in the administration, those who have enough knowledge about English in cheap rate. കുറഞ്ഞ ശമ്പളത്തിൽ, തുച്ഛമായ ശമ്പളത്തിൽ ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ ഇംഗ്ലീഷ് അറിയാവുന്ന ഗുമസ്തരെ സൃഷ്ടിക്കുക. All these are the objectives behind the introduction of English education in India by the British. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഈ പറഞ്ഞവയായിരുന്നു.